ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. നല്ല പഴുത്ത മാമ്പഴം വെച്ചിട്ട് നമുക്കിന്നൊരു മാമ്പഴത്തിൻ്റെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ചെയ്താലോ? മാമ്പഴക്കാലം തീരുന്നതിന് മുമ്പ് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. നല്ല പഴുത്ത മാമ്പഴം കാണുമ്പോൾ ആർക്കാണ് കൊതി വരാത്തത് അല്ലേ? അപ്പോൾ ഒത്തിരി മാമ്പഴമൊക്കെ നമുക്ക് ഈ സീസണിൽ കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് നല്ല പഴുത്ത 2 മാമ്പഴം ഞാനൊന്ന് കട്ട് ചെയ്ത് സ്ലൈസസ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നല്ല പഴുത്ത ഒരു ബനാനയും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ റോബസ്റ്റ് പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാനായിട്ട് വാങ്ങിക്കുന്ന റോസ്റ്റഡ് റവ മെഷറിംഗ് കപ്പിൽ ഒരു 1/4 കപ്പ് നമുക്ക് ആ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് 2 കോഴിമുട്ടയാണ്. കോഴിമുട്ട ചേർത്തതിന് ശേഷം നമുക്കിനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് മുൻപായിട്ട് തിളപ്പിച്ചാറിയ പാല് മെഷറിംഗ് കപ്പിൽ ഒരു 1/2 കപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് വെള്ളം പോരാ എന്ന് തോന്നണമെങ്കിൽ മാത്രം പാല് പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മെഷറിംഗ് കപ്പിൽ ഒരു 1/2 കപ്പ് തിളപ്പിച്ച ആറ്റിയ പാലും കൂടി ചേർത്ത് നമുക്ക് ഈ മിശ്രിതം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ലപോലെ റവയും പഴവും എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് കുതിർന്ന് വരട്ടെ. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. ഇത് അൺസാൾട്ട് ബട്ടറാണ്. കുറച്ച് ബട്ടറും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് നമുക്ക് ഒഴിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അല്പസമയം കൂടി അതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കുറുക്ക് പരുവത്തിൽ, നല്ല ഇഡ്ഡലി മാവൊക്കെ നമ്മൾ ദോശമാവൊക്കെ കലക്കി വയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. പാല് നമുക്ക് വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഒഴിച്ച 1/2 കപ്പ് പാല് ഇപ്പോൾ നല്ലൊരു പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട്. നമുക്ക് ഈ ബാറ്റർ ആവിയിൽ നമ്മൾ അപ്പം കോരി ഒഴിച്ച് വേവിക്കുന്നത് പോലെ, വട്ടയപ്പമൊക്കെ വേവിക്കുന്നത് പോലെ വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ ഞാനിതുപോലെ കുക്കറിൽ ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ട് കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കുറച്ച് നട്ട്സ് പൊടിച്ചതാണ് കേട്ടോ. അത് നേരത്തെ പറയാനും ചേർക്കാനും ഞാൻ വിട്ടുപോയി. അപ്പോൾ ആ നട്ട്സ് പൊടിച്ചതും കൂടി ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരത്തിനായിട്ട് ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. മാമ്പഴത്തിനും പഴത്തിനും ഒക്കെയുള്ള മധുരം തന്നെ ധാരാളം. ഇനി കൂടുതലും മധുരം വേണം എന്ന് നിർബന്ധമുള്ളവർക്ക് 2-3 ടീസ്പൂൺ പഞ്ചസാര ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. കേക്ക് ടിന്നിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് അല്പം ബട്ടറൊക്കെ തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാറ്റർ കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് 1-2 വട്ടമായിട്ട് നമുക്കിതൊരു അപ്പം പോലെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിതിൽ സോഡാപ്പൊടിയോ അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്ലോവിലാണ് ഇതൊന്ന് കുക്കായി കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ നമുക്ക് കോരി ഒഴിച്ച് ഇഡ്ഡലി രൂപത്തിലും ഈ ബാറ്റർ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഇഡ്ഡലി പോലെ ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അപ്പം പോലെ പാത്രത്തിൽ കോരി ഒഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അതുമല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന അതേ രീതിയിൽ നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാം. ഓവൻ ഉണ്ടെങ്കിൽ ഓവനിലായാലും വെച്ചാൽ മതി, ഇത് ബേക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ കുക്കർ വെച്ച് നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കിത് കുക്കറിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ എത്ര സമയം കൊണ്ടാണ് ഇത് നല്ലപോലെ വെന്ത് കിട്ടുന്നത് ആ സമയം വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിത് ഏതാണ്ട് ഒരു 10-30 അരമണിക്കൂറോളം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സ്ലോലി ആയിട്ട് ഇത് കുക്ക് ചെയ്ത് കിട്ടിയത് കേട്ടോ. ആദ്യം നല്ലപോലെ ഇങ്ങനെ വീർത്ത് വന്നായിരുന്നു. പിന്നെ അത് കുക്കായി വരുന്തോറും അത് താനെ താഴ്ന്ന് നല്ലൊരു ഇതിലായി മാറി. ഇപ്പം നല്ല രസമായിട്ടുള്ളൊരു അപ്പമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കലത്തപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, കലത്തപ്പമൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ഈ അപ്പം ബേക്ക് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ മാമ്പഴം കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അപ്പമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് 4 മണി പലഹാരമൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാനും കഴിക്കാനും ഒക്കെ നല്ലതാണ്. ഒട്ടും തന്നെ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കലത്തപ്പമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ഈ മാമ്പഴത്തിൻ്റെ അപ്പം കിട്ടിയിരിക്കുന്നത്. നല്ല ആരെടുത്ത കലത്തപ്പം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ റവ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറേ നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ നല്ല ആരെടുത്ത നല്ല മാമ്പഴം അപ്പം നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, കലത്തപ്പൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഈവനിങ്ങിന് സ്നാക്സ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് ഈ രീതിയിൽ അപ്പം ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മൾ ദോശയ്ക്ക് ചുട്ടെടുക്കുന്നത് പോലെ അതുപോലെ ഇത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഏത് രീതിയിലായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതാണ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.